ഹലോ ഗൈസ്, കുറച്ചധികം നാളായിട്ട് ഞാൻ പ്ലാൻ ഇടുന്ന ഒരു വീഡിയോ ആണിത്. എന്തൊക്കെയോ കാരണങ്ങളാൽ നീണ്ടു പോയി അവസാനം ഇപ്പോൾ എൻ്റെ ഈ സെമ്മിലെ സെക്കൻഡ് സീരീസ് എക്സാം ആയപ്പോഴാണ് ഈ ഒരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. രാവിലെ ഒരു 5:30 ഞാൻ എണീറ്റു. എന്നിട്ട് ഫ്രഷായി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ 6 മണിയായി. പിന്നെ ഈ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കി വരണമല്ലോ. അപ്പോൾ 6 മണിയും കഴിഞ്ഞു. പക്ഷെ തിരക്കൊന്നുമില്ല, നമുക്ക് പതുക്കെ പോവാം. എത്ര നേരത്തെ എണീക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം വൈകി കിടക്കുന്നു എന്നതിലൊന്നുമല്ല കാര്യം. നമ്മൾ ആ ഉള്ള സമയം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ വരുന്ന മൺഡേ ആണ് എനിക്ക് സെക്കൻഡ് സീരീസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ സ്റ്റഡി വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നത് തേഴ്സ്ഡേ ആണ്. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാന്. കാരണം നാളെ ക്ലാസ് ഉണ്ട്, മറ്റന്നാളെ ക്ലാസ് ഉണ്ട്, പിന്നെ എക്സാം ആണല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിലേക്കൊക്കെ പോയാൽ ഒന്നും നടക്കില്ല. ചുരുക്കി പറഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എനിക്ക് ആദ്യം തന്നെ ഒരു ടിപ്പ് തരാനുള്ളത്, നിങ്ങളെപ്പോഴും പഠിക്കുമ്പോൾ അടുത്ത് കുറച്ച് വെള്ളം വെക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് കൂടുമ്പോൾ ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. വേണേലൊരു റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് എന്ന് പറയാം. പിന്നെ കുടിക്കുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും കുടിക്കേണ്ട, കുറച്ച്. ഇതെൻ്റെ ഒരു ശീലമാണ്. ഈ രാവിലെ എത്ര നേരത്തെ എണീറ്റിരുന്ന് പഠിക്കുന്നവരാണെങ്കിലും ശരി, ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം വരും. അപ്പോൾ ഒരു പരിധി വരെ ഈ ഉറക്കത്തിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ ഈ വെള്ളം കുടിക്കുന്നത് സഹായിക്കും. ഞാൻ രാവിലെ എണീറ്റ് പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് നോക്കി ആണ് പഠിക്കാനിരിക്കുക. അല്ലാണ്ട് തീരെ അറിയാത്ത അല്ലെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ മാറ്റിവെക്കും. കാരണം നമ്മളെ അന്നത്തെ ഡേൻ്റെ മൂഡിനെ ഫുൾ ഡിപ്പെൻഡ് ചെയ്യുക പിന്നെ ആ കുറച്ച് സമയമായിരിക്കും. പിന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് വേറെ സബ്ജക്റ്റ് പഠിക്കാം. നമുക്ക് തീരെ അറിയാത്ത സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ പഠിക്കാം. എൻ്റെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ BTech CS സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. തേർഡ് സെമ്മിലെ സെക്കൻഡ് സീരീസ് എക്സാം ആണ് ഇനി വരാൻ പോകുന്നത്. ആ എക്സാം കഴിഞ്ഞ പാടെ ലാബിൻ്റെ ഇൻറ്റേർണൽ എക്സാമും, അത് കഴിഞ്ഞാൽ ലാബിൻ്റെ സെമസ്റ്റർ എക്സാമും, പിന്നെ ബാക്കിയുള്ള തിയറി പേപ്പേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഈ സെമ്മിൽ ഇനി കുറച്ച് സമാധാനത്തോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഞാനൊരു ബയോ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് എനിക്കൊരു ടോട്ടലി പുതിയ ഏരിയ ആണ്. ചിലർ പറയുന്നത് BTechലെ മറ്റു ബ്രാഞ്ചസൊക്കെ വെച്ച് നോക്കുമ്പോൾ CS എളുപ്പമാണെന്നാണ്. പക്ഷേ മറ്റു ചിലർ പറയുന്നത് അത്ര എളുപ്പമല്ല, കുറച്ച് ടഫാണെന്നും. നമ്മളെല്ലാവരും ഒരു കോഴ്സ് പഠിക്കുന്നത് അറ്റ് ലാസ്റ്റ് ഒരു ജോലിക്ക് വേണ്ടിയാണ്. അപ്പോൾ പൊതുവേ ഉള്ളൊരു കേട്ടുകേൾവിയാണ് ഈ സെം എഴുതി വരുന്ന ഈ മാർക്ക്, അതായത് SGPA എന്ന് പറയും, അല്ലെങ്കിൽ CGPA. ഇതൊന്നും നമ്മളെ ഒരു ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് ബാധകമല്ല, അല്ലെങ്കിൽ അതിനല്ല വാല്യൂ, നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ട് എന്നുള്ളതിനാണ് എന്ന് പറയും. അപ്പോൾ വേറൊരു വിഭാഗം പറയുന്നത്, ഏത് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും നമുക്ക് കുറച്ച് മാർക്കില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു നെഗറ്റീവാണ് എന്നും പറയുന്നു. ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ എനിവേ നമുക്കിപ്പോൾ ഈ 4 കൊല്ലം പഠിക്കാനുള്ള സമയമുണ്ട്. നമുക്ക് വേണമെങ്കിൽ CGPA കൂട്ടിക്കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്കിൽസും ഡെവലപ്പ് ചെയ്യാം. അതിനൊക്കെയുള്ള ടൈമുണ്ട്. പക്ഷേ നമ്മൾ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഞാനൊരു ഹോസ്റ്റലറാണ്. എൻ്റെ കയ്യിൽ ഈ പെന്നല്ലാത്ത വേറൊരു സാധനവും ഇല്ല. വീട്ടിലാവുമ്പോൾ അനിയത്തിയുടെ സ്റ്റഡി ഏരിയയിൽ വന്നിരിക്കുക, പിന്നെ അവളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം. ലാസ്റ്റ് അത് അലങ്കോലാക്കിയിട്ട് പോകുമ്പോൾ അവളെ നിന്ന് ചീത്ത കേൾക്കുക. ഈ ഒരു ലൂപ്പാണ്, ഇതിൽ കിടന്നിട്ടാണ് ഞാനിപ്പോൾ കളിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് പഠിക്കാൻ. ഈ LED കുറച്ചുകൂടെ വലിപ്പം വേണമായിരുന്നു. തുടക്കത്തിൽ ഉണ്ടായിരുന്നതാണ്, അതിനുശേഷം പിന്നെ LED വാങ്ങിയിട്ടില്ല. പിന്നെ ബാക്കി അറ്റകുറ്റപ്പണികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ എനിക്ക് 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു 3/4 മണിക്കൂറോളം പഠിച്ചു. അങ്ങനെ ഏർലി മോർണിംഗ് സ്റ്റഡി സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്നിട്ട് താഴെ പോയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഹോസ്റ്റലിൽ നിന്ന് ആദ്യമൊക്കെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ഇതായിരുന്നു. പിന്നെ ആയപ്പോൾ വീക്കെൻഡ്സ് അല്ല, ഹോളിഡേയ്സ് അല്ല, ഇനി ക്ലാസ് ഡേയ്സ് ആണെങ്കിലും ഞാൻ ചില ദിവസങ്ങളിൽ വീട്ടിലേക്ക് വേഗം വരും. ഒന്നാമത്തെ കാര്യം, വീട്ടിലുള്ളവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ തോന്നും. രണ്ടാമത്തെ കാര്യം ഇതാണ് ഉമ്മാൻ്റെ ഫുഡ്. എൻ്റെ ഉമ്മ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും സെർവ് ചെയ്ത് അവരത് കഴിച്ചിട്ട് ഹാപ്പി ആവുമ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരാളാണ്. ഇന്നുമ്മ സിമ്പിളായിട്ട് പൊറോട്ടയും കുറുമയും വെച്ചിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതേപോലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കുറേ ഉണ്ടാക്കി തരും. എല്ലാവരും കേട്ട് പരിചയമുള്ളൊരു സ്ഥലമാണ്. ഞാൻ മുക്കത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മലപ്പുറം കോഴിക്കോട് ബോർഡറാണ്. ഞാനിങ്ങനെ മുക്കത്തേക്ക് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പം എല്ലാവരും കോഴിക്കോടൊക്കെ നല്ല ഫുഡല്ലേ, നിങ്ങൾക്ക് സുഖമായിരിക്കുമല്ലോ, ഹോസ്റ്റലൊക്കെ അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹോസ്റ്റൽ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മെനു ഉണ്ടാവും, കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തിട്ടാവും പോവുക. അപ്പം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കഴിക്കാൻ അവിടെ കിട്ടൂല.
ഈ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർ അത്രയും പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഉമ്മ അപ്പോൾ അത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കി തരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്റ്റഡി സെഷനിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ പഠിക്കാനുള്ളത് എക്സാമിൻ്റെ മൂഡിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ വെക്കുന്നത് എൻ്റെ ഒരു പതിവാണ്. ചെറുപ്പം മുതലേയുള്ള ശീലമായതുകൊണ്ട് ഞാൻ മാറ്റാൻ നോക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് സമയമെടുക്കും. പക്ഷേ കഴിഞ്ഞ സെമ്മ് പോലെയല്ല, ഈ സെമ്മ് ഞാൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ സെമ്മിലെ സീരീസ് എക്സാമിനായാലും എക്സാമിനായാലും ഞാൻ പഠിച്ചത് തലേന്നൊക്കെ ഇരുന്നിട്ടാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ സീരീസിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എന്നാൽ എനിക്ക് നല്ലോണം ഉണ്ട്. ഹോസ്റ്റലിലാവുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തെങ്കിലും ഒരു മിഠായിയോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഒരു സാധനവും ഉണ്ടാവില്ല. വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് കാണുന്ന സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരോടാണ്. നിങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഓണം എക്സാമിൻ്റെ പേപ്പറൊക്കെ കിട്ടി, അത് ഒരു വിധായി അങ്ങോട്ട് മാറ്റി നിർത്തുകയും ചെയ്തു. എന്നാൽ ക്രിസ്മസ് എക്സാമിൻ്റെ ചൂട് അങ്ങോട്ട് എത്തിയിട്ടുമില്ല. ഇപ്പോഴേ ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോൾ കുറച്ച് നോട്ടൊക്കെ എഴുതി പഠിക്കാൻ തുടങ്ങിക്കോളൂ മക്കളെ. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. സ്കൂളിലായ സമയത്ത് എനിക്കിതേപോലെ നോട്ട് എഴുതി ഹൈലൈറ്റൊക്കെ ചെയ്ത് അങ്ങനെ നോട്ട് ഭയങ്കര ഭംഗിയാക്കി വെക്കുന്നത് ഇഷ്ടമായിരുന്നു. കോളേജിലെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാത്തിനൊരു മാറ്റം. അത് ആ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ കൊണ്ടാണോ ഞാൻ സ്വന്തമായിട്ട് മാറിയതാണോ എനിക്കറിയില്ല. കാരണം അവിടെ പോകുമ്പോൾ ആരും കയ്യിൽ പെന്ന് പോലും ഉണ്ടാവില്ല. സ്കൂളിലെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ബോക്സ് നിറച്ച് പെന്നായിരിക്കും. എന്നിട്ട് തൊട്ടപ്പുറത്തെ ആൾക്ക് പെന്നിൻ്റെ മഷി തീരുക, അല്ലെ പെന്ന് കൊണ്ടുവന്നിട്ടില്ല, ഒരു പെന്ന് വരുമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് തൊട്ടപ്പുറത്തുള്ളവൻ്റെ അല്ലെങ്കിൽ ആ ബെഞ്ചിൽ നിന്നെങ്കിലും ഒരു പെന്ന് എക്സ്ട്രാ കിട്ടും. കോളേജിലെ കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റാണ്. ഒരു പെന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്കാവില്ല, ഒരു 10 പേർക്കെങ്കിലും ആ ക്ലാസ്സിലുണ്ടാവില്ല. വേറൊരാളടുത്ത് ചോദിക്കാനാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പെന്ന് ആരും കൊണ്ടുവരുമില്ല. രാവിലെ പഠിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ടാബായിരുന്നു. അതെൻ്റെ വലിയ അനിയത്തിയുടെയാണ്. ആ സമയത്ത് അവൾ പഠിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ നോക്കി നോട്ട്സ് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതെടുത്തതാണ്. ഇതുവരെ മാറ്റാൻ പറ്റാത്ത ചെറുപ്പം മുതലുള്ള വേറൊരു ശീലം എന്ന് പറഞ്ഞാൽ നോട്ട് ഇങ്ങനെ എഴുതി പഠിക്കുക. എനിക്ക് ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നോട്ട് എഴുതി തന്നെ പഠിക്കണം. അല്ലാണ്ട് വായിച്ച് പഠിച്ചാലൊക്കെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആണെങ്കിൽ വായിച്ച് പഠിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എഴുതി പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ കൈ കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സോ എൻ്റെ ഈ സെമ്മിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ ഒരു ഡേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. 2 അസൈൻമെൻറ്റാണ് എനിക്ക് നാളേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് TOC എന്ന് പറയുന്ന സബ്ബും പിന്നെ ഒന്ന് DS എന്ന് പറയുന്ന സബ്ബും. കോളേജിലെത്തിയപ്പോഴുള്ള വേറൊരു മാറ്റം, ഈ അസൈൻമെൻറ്റൊക്കെ എഴുതുമ്പോൾ A4ൻ്റെ ഒരു പുറത്ത് മാത്രമേ ഞാൻ സ്കൂളിലെ സമയത്ത് എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ 2 പുറത്ത് എഴുതാം. പിന്നെ ഫാക്കൽറ്റീസ് ആയാലും അത് കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്കൂൾ കോളേജ് ഡിഫറൻസിൻ്റെ ഒരു വ്ളോഗായോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. പക്ഷെ ഞാൻ പറയുക, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലുടനീളം എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാണ്. എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് റിസൾട്ട് വരുന്ന സമയത്ത് 100 മാർക്കിലായിരിക്കും ടോട്ടൽ ഗ്രേഡ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ 100 മാർക്കിൽ എനിക്കൊന്ന് 90 എബോവ് ആണ് എസ് ഗ്രേഡ്, ഏറ്റവും ടോപ്പ് ഗ്രേഡ്. അതൊക്കെ സ്കൂളിൽ നമ്മൾ ഭയങ്കര ടോപ്പേഴ്സായിട്ട് ഇപ്പം നമുക്ക് ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാവാൻ, അത് നിങ്ങളെ കാണിക്കണം, നിങ്ങൾക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു വ്ളോഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് വരിക എന്ന് എനിക്കറിയില്ല. അങ്ങനെ DS അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞു. കവർ പേജ് സാധാരണയായിട്ട് ഞാൻ സാധാ പെന്ന് വെച്ച് എഴുതാറാണ് പതിവ്. പക്ഷേ വ്ളോഗ് എടുക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ആ ഹൈലൈറ്റേഴ്സൊക്കെ ഇങ്ങനെ കയ്യിൽ കിട്ടിയതുകൊണ്ടാണോ അറിയില്ല, എനിക്ക് എന്തോ തോന്നിയ ഒരു ഇതിൽ ഞാൻ എഴുതി. TOC അസൈൻമെൻറ്റിൻ്റെ കവർ പേജ് എഴുതി, പക്ഷെ അതിൻ്റെ അകത്ത് എഴുതാനുള്ള കണ്ടൻറ്റ് കിട്ടിയിട്ടില്ല. ഈ എക്സാം ബോർഡ് എൻ്റെ കൂടെ കൂടിയിട്ട് കുറച്ച് കൊല്ലങ്ങളായി. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണ്. പിന്നെ എൻ്റെ ഒരു കഴിവാണ്, ഞാൻ കിടന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഈ എക്സാം ബോർഡ് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ 12:45 ഈ സ്റ്റഡി സെഷൻ ഞാൻ തീർത്തു. പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. കഴിക്കാനുള്ള ആർത്തി കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നാളെ DSൻ്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വൈകുന്നേരം റെക്കോർഡ് എഴുതാനുള്ള മൂടേ ഉണ്ടായിരുന്നുള്ളൂ. 8 എക്സ്പെരിമെൻ്റ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ 9ാമത്തെയും കൂടെ എഴുതിയിട്ട് വെച്ചാൽ മതി എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അൽഗോരിതം എഴുതി കംപ്ലീറ്റ് ആക്കി. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് അറിയുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടാൻ ഒന്നുകൂടെ
ഒരു ത്വര ഉണ്ടാവും. ഒരു ദിവസത്തിൻ്റെ കുറച്ചധികം സമയം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അപ്പോൾ അധികം ബാക്ക്ലോഗ്സ് ഒന്നും വെക്കാതെ എല്ലാവരും പഠിക്കുക. ടേക്ക് കെയർ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.